അച്ചാറിടാനായി മാങ്ങ വാങ്ങിയപ്പോൾ അതിൽ നിന്നൊന്നെടുത്ത് അങ്കമാലി മാങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഒരു ചട്ടി എടുക്കാം, അതിനകത്തേക്ക് ഒരു സവാള കനം കുറഞ്ഞത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുവേ കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനിയെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൈ കൊണ്ട് നല്ല പോലെ ഞെരടി കൊടുക്കാം. നമ്മൾ എത്രമാത്രം ഞെരടുന്നു അത്രമാത്രം ടേസ്റ്റ് നമ്മുടെ കറിക്കുണ്ടാവുമേ. അപ്പോൾ നല്ല പോലെ തന്നെ ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തേങ്ങയുടെ 2 പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. വേവുന്നതിനനുസരിച്ച് നമ്മുടെ തേങ്ങാപ്പാൽ നല്ല പോലെ തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് തേങ്ങയുടെ 1 പാലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറിയുള്ളി അരിഞ്ഞതും അതുപോലൊരു തണ്ട് കറിവേപ്പിലയും 3-4 വറ്റമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചേക്കുന്ന കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റിയായ അങ്കമാലി മാങ്ങാക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ.